ഇന്നത്തെ ദരിദ്രത ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ലോകമെമ്പാടുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ലയണൽ മെസ്സിയുടെ പിതാവിന്റെ വിയോഗത്തെക്കുറിച്ചുള്ള ദുഃഖവാർത്തയും അമേരിക്കൻ ക്യാബിനറ്റ് സ്ഥിരീകരണങ്ങളിലെ ഏറ്റവും പുതിയ സംഭവവികാസങ്ങളുമാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ. കായിക ലോകത്ത് നിന്നുള്ള ബ്രേക്കിംഗ് വാർത്തകളോടെ നമുക്ക് തുടങ്ങാം. ഫിഫ ലോകകപ്പ് ജേതാവായ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയുടെ പിതാവ് ജോർജ് മെസ്സി അന്തരിച്ചു. 68 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് അന്ത്യമെന്ന് BBC റിപ്പോർട്ട് ചെയ്യുന്നു. മകന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കരുത്തായിരുന്നു ജോർജ് മെസ്സി. ഒരു പിതാവ് എന്നതിലുപരി മെസ്സിയുടെ കായിക ജീവിതത്തിലുടനീളം വഴികാട്ടിയായും മാനേജരായും അദ്ദേഹം കൂടെയുണ്ടായിരുന്നു. മെസ്സി ലോകപ്രശസ്തനായ താരമായി മാറിയ ശേഷവും മകന്റെ കരിയറിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിൽ അദ്ദേഹം സജീവ പങ്കുവഹിച്ചു. ഫുട്ബോൾ ലോകത്തെ സങ്കീർണതകൾക്കിടയിലും മകനെ തന്റെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രാപ്തനാക്കിയത് ജോർജ് മെസ്സിയുടെ ഇടപെടലുകളായിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകരും പ്രമുഖരും അനുശോചനം രേഖപ്പെടുത്തി. മെസ്സിയുടെ കായിക നേട്ടങ്ങൾക്ക് പിന്നിലെ കരുത്തായിരുന്ന ജോർജ് മെസ്സിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ കായിക ലോകം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. സംസ്കാര ചടങ്ങുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ കുടുംബം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഈ ദുഃഖകരമായ വേളയിൽ തങ്ങളുടെ സ്വകാര്യത മാനിക്കണമെന്ന് കുടുംബം അഭ്യർത്ഥിച്ചു. ന് വേണ്ടി ബ്യൂറോ റിപ്പോർട്ട്. സൗദി അറേബ്യ, തുർക്കിയെ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള മക്ക ജോയിന്റ് ഡിഫൻസ് എഗ്രിമെന്റ് ഒപ്പുവെച്ചതിന്റെ ഭാഗമായി സൗദിയിലെ പ്രധാനപ്പെട്ട കെട്ടിടങ്ങളും സ്മാരകങ്ങളും ഈ 3 രാജ്യങ്ങളുടെയും ദേശീയ പതാകകളാൽ അലങ്കരിച്ചിരിക്കുകയാണ്. BBC റിപ്പോർട്ട് പ്രകാരം രാജ്യത്തുടനീളം കാണാൻ കഴിയുന്ന ഈ ദീപാലങ്കാരങ്ങൾ പുതിയ സുരക്ഷാ കരാറിനുള്ള പരസ്യമായ പിന്തുണയാണ് വ്യക്തമാക്കുന്നത്. പ്രാദേശിക നയതന്ത്ര രംഗത്തെ സുപ്രധാനമായ ഒരു ചുവടുവെപ്പായാണ് ഈ കരാറിനെ വിലയിരുത്തുന്നത്. കൂട്ടായ സുരക്ഷാ നടപടികൾ ശക്തിപ്പെടുത്തുന്നതിനായി ഈ 3 രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിബദ്ധതയാണ് ഇതിലൂടെ ഔദ്യോഗികമായി ഉറപ്പിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലും ആഗോളതലത്തിലും ദീർഘകാല സമാധാനവും സ്ഥിരതയും ഉറപ്പുവരുത്താനാണ് ഈ കരാർ ലക്ഷ്യമിടുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. പ്രതിരോധപരമായ കാര്യങ്ങൾക്കപ്പുറം റിയാദ്, അങ്കാർ, ഇസ്ലാമാബാദ് എന്നീ തലസ്ഥാനങ്ങൾ തമ്മിലുള്ള ചരിത്രപരമായ ബന്ധവും ഇസ്ലാമിക ഐക്യവും ഈ ആഘോഷങ്ങൾ എടുത്തുകാണിക്കുന്നു. നിലവിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങളെ കൂടുതൽ ശക്തമായ തന്ത്രപരമായ സഹകരണമാക്കി മാറ്റാനാണ് ഈ കരാറിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു. ഏകീകൃത സൈനിക ഏകോപനത്തിന് മുൻഗണന നൽകിക്കൊണ്ട് പങ്കുവയ്ക്കപ്പെടുന്ന സുരക്ഷാ വെല്ലുവിളികളെ നേരിടാനും കൂടുതൽ സമൃദ്ധമായ ഭാവി കെട്ടിപ്പടുക്കാനും ഈ 3 രാജ്യങ്ങളും ശ്രമിക്കുന്നു. ഈ കെട്ടിടങ്ങളിലെ ദീപാലങ്കാരങ്ങൾ ഭാവിയിലെ പ്രാദേശിക സഹകരണത്തിന്റെ അടിത്തറയായി ഈ കരാറിനെ കാണുന്ന ഔദ്യോഗിക നിലപാടിനെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഒപ്പുവെച്ച 3 രാജ്യങ്ങളുടെയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ശക്തമായ സഖ്യത്തിന്റെ സൂചന കൂടിയാണിത്. വേണ്ടി ഒമാനിലെ വ്യക്തിനിയമ നിയമം റോയൽ ഡിക്രി 32/97 പ്രകാരം സുൽത്താനേറ്റിലെ കുട്ടികളുടെ സംരക്ഷണം, കസ്റ്റഡി സംബന്ധിച്ച അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും നിർവചിക്കുന്ന സുപ്രധാന നിയമ ചട്ടക്കൂടാണ്. ടൈംസ് ഓഫ് ഒമാൻ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം കോടതി തീരുമാനങ്ങളിൽ കുട്ടിയുടെ ക്ഷേമത്തിനും മികച്ച താൽപ്പര്യങ്ങൾക്കും മുൻഗണന നൽകിക്കൊണ്ടുള്ള വ്യവസ്ഥകളാണ് ഈ നിയമത്തിലുള്ളത്. നിയമപരമായ യോഗ്യതയും പക്വതയും സുരക്ഷിതമായ അന്തരീക്ഷം ഒരുക്കാനുള്ള ശേഷിയുമുള്ള പക്ഷം കുട്ടിയുടെ സംരക്ഷണത്തിന് ആദ്യ മുൻഗണന അമ്മയ്ക്കാണ് നൽകുന്നത്. അമ്മയ്ക്ക് ഈ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത സാഹചര്യത്തിൽ കുട്ടിയുടെ വളർച്ച സുരക്ഷിതമായ കുടുംബ പശ്ചാത്തലത്തിൽ തന്നെ തുടരുന്നുവെന്ന് ഉറപ്പാക്കാൻ നിയമം നിശ്ചയിച്ചിട്ടുള്ള ബന്ധുക്കളുടെ മുൻഗണനാക്രമം പിന്തുടരുന്നു. കൂടാതെ കുട്ടിയുടെ ശാരീരികവും ധാർമ്മികവുമായ വികസനം ഉറപ്പാക്കാൻ കഴിയുന്ന നല്ല സ്വഭാവമുള്ള വ്യക്തിയായിരിക്കണം സംരക്ഷകനെന്നും നിയമം അനുശാസിക്കുന്നു. സാമ്പത്തിക പിന്തുണയും ജീവിതത്തിലെ സുപ്രധാന തീരുമാനങ്ങളും എടുക്കുന്ന രക്ഷാകർത്താവ് എന്ന നിലയിൽ പിതാവിന്റെ പങ്ക് നിലനിൽക്കുമ്പോൾ തന്നെ കുട്ടിയുടെ ദൈനംദിന പരിചരണവും വളർത്തലും സംരക്ഷകന്റെ ചുമതലയാണ്. കുടുംബ തർക്കങ്ങൾക്കിടയിൽ നിയമപരമായ അവ്യക്തതകൾ ഒഴിവാക്കാനും രാജ്യത്തുടനീളമുള്ള കുട്ടികളുടെ സാമൂഹിക സുരക്ഷയും ദേശീയ നിയമങ്ങളും ഒരേപോലെ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കാനുമാണ് ഈ നിയന്ത്രണങ്ങൾ ലക്ഷ്യമിടുന്നത്. വേണ്ടി കൊളംബിയൻ പ്രസിഡന്റ് അബെലാർഡോ ഡി ലാ എസ്പ്രിയലയുടെ ഭരണത്തിന്റെ ആദ്യ ദിനം തന്നെ അമേരിക്ക $1 ബില്യൺ സഹായം പ്രഖ്യാപിച്ചു. പുതിയ വലതുപക്ഷ നേതാവ് തന്റെ കന്നി പ്രസംഗത്തിന് തൊട്ടുപിന്നാലെയാണ് ഈ സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ചത്. ദേശീയ സുരക്ഷാ നയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്ന് അദ്ദേഹം പ്രസംഗത്തിൽ വ്യക്തമാക്കിയിരുന്നു. നാർക്കോടരസത്തിനെതിരെ സമ്പൂർണ്ണ യുദ്ധം പ്രഖ്യാപിക്കുന്നതായി BBC റിപ്പോർട്ട് ചെയ്യുന്നു. ക്രിമിനൽ ശൃംഖലകളെ തകർക്കുക, സായുധ സംഘങ്ങളുടെ സ്വാധീനത്തിലുള്ള പ്രദേശങ്ങളിൽ സ്ഥിരത കൊണ്ടുവരിക എന്നിവയാണ് ഭരണകൂടത്തിന്റെ ലക്ഷ്യം. ഈ വലിയ സാമ്പത്തിക സഹായം കൊളംബിയൻ സൈന്യത്തിന്റെയും സുരക്ഷാ സേനയുടെയും പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും.
ഫണ്ടുകൾ എങ്ങനെ വിനിയോഗിക്കുമെന്നതിനെക്കുറിച്ച് വൈറ്റ് ഹൌസ് വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും വാഷിംഗ്ടണും ബൊഗോട്ടയും തമ്മിലുള്ള ശക്തമായ സുരക്ഷാ പങ്കാളിത്തമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. പുതിയ ഭരണകൂടത്തിന് രാഷ്ട്രീയവും തന്ത്രപരവുമായ പിന്തുണ നൽകാനാണ് ഈ സഹായം ലക്ഷ്യമിടുന്നതെന്ന് നിരീക്ഷകർ കരുതുന്നു. സുരക്ഷയിലുള്ള ഈ പുതിയ ശ്രദ്ധ ആൻഡിയൻ രാജ്യത്തിന്റെ സ്ഥിരതയും ലാറ്റിനമേരിക്കയുടെ ഭൗമരാഷ്ട്രീയത്തെയും എങ്ങനെ ബാധിക്കുമെന്നത് അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുകയാണ്. ടെഡ്രതിനു വേണ്ടി റിപ്പോർട്ട്. അമേരിക്കയുടെ പുതിയ അറ്റോർണി ജനറലായി ടോഡ് ബ്ലാഞ്ച് തിരഞ്ഞെടുക്കപ്പെട്ടു. നേരിയ ഭൂരിപക്ഷത്തോടെയാണ് അദ്ദേഹം രാജ്യത്തെ ഉന്നത നിയമപാലക പദവിയിലേക്ക് എത്തുന്നത്. റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നുതന്നെ ശക്തമായ എതിർപ്പുകൾ ഉയർന്നുവന്ന ഒരു വിവാദപരമായ നിയമനിർമ്മാണ പ്രക്രിയക്കൊടുവിലാണ് ഈ സ്ഥിരീകരണം. ഡൊണാൾഡ് ട്രംപിന്റെ നിയമസംഘത്തിലെ പ്രധാന അംഗമായിരുന്ന ക്രിമിനൽ ഡിഫൻസ് അഭിഭാഷകനെ ഈ സ്ഥാനത്തേക്ക് നിയമിച്ചതിനെച്ചൊല്ലി പാർട്ടിയിൽ വലിയ ഭിന്നതകളുണ്ടെന്ന് ബിബിസി റിപ്പോർട്ട് ചെയ്യുന്നു. പാർട്ടിയിലെ ആഭ്യന്തര എതിർപ്പുകൾക്കിടയിലും നേരിയ ഭൂരിപക്ഷത്തോടെ ബ്ലാഞ്ച് നീതിന്യായ വകുപ്പിന്റെ തലപ്പത്തെത്തുന്നത് വകുപ്പിന്റെ സ്വാതന്ത്ര്യത്തെയും പ്രവർത്തന മുൻഗണനകളെയും ബാധിച്ചേക്കാമെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ബ്ലാഞ്ചയുടെ അനുഭവസമ്പത്ത് ഏജൻസിയുടെ ആഭ്യന്തര ഘടനയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുമെന്നാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരുടെ വാദം. ബ്ലാഞ്ച് കൈകാര്യം ചെയ്തിരുന്ന ഉന്നതതല കേസുകൾ കാരണം നിയമവിദഗ്ധരും രാഷ്ട്രീയ നിരീക്ഷകരും ഏറെ ആകാംക്ഷയോടെയാണ് ഈ നിയമനത്തെ നോക്കിക്കണ്ടത്. ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചതോടെ ബ്ലാഞ്ച് ഉടൻ തന്നെ ചുമതലയേൽക്കും. സങ്കീർണമായ രാഷ്ട്രീയ നിയമ സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുന്ന നീതിന്യായ വകുപ്പിനെ നയിക്കുക എന്ന വലിയ വെല്ലുവിളിയാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത്. ഈ തിരഞ്ഞെടുപ്പിലെ നേരിയ ഭൂരിപക്ഷം വരും ദിവസങ്ങളിൽ ഭരണകൂടം നേരിടേണ്ടി വന്നേക്കാവുന്ന വലിയ പ്രതിസന്ധികളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ടെഡ്രതിനു വേണ്ടി റിപ്പോർട്ട് ചെയ്ത് സിറിയൻ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന ദി സ്പൈഡർ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയെ കണ്ടെത്താൻ ഉപേക്ഷിക്കപ്പെട്ട ഒരു ഫോൺ ഡയറക്ടറി നിർണായകമായെന്ന് ടെഡ്രത് റിപ്പോർട്ട് ചെയ്യുന്നു. അസദ് ഭരണകൂടത്തിന്റെ സുരക്ഷാ സംവിധാനത്തിലെ ഏറ്റവും ഭയാനകമായ വ്യക്തികളിൽ ഒരാളായിരുന്ന ഇയാൾ ദീർഘകാലമായി ഒളിവിൽ കഴിയുകയായിരുന്നു. സിറിയൻ സംഘർഷത്തിന്റെ ആദ്യ വർഷങ്ങളിൽ വ്യാപകമായ തടങ്കൽ നടപടികൾക്ക് നേതൃത്വം നൽകിയ ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഏറെക്കാലം ദുരൂഹമായിരുന്നു. ഈ ഫോൺ ഡയറക്ടറിയിലുണ്ടായിരുന്ന പേരുകളും കോണ്ടാക്ട് വിവരങ്ങളും മാസങ്ങളോളം നീണ്ട പരിശോധനയിലൂടെ ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസുമായും സാക്ഷിമൊഴികളുമായും താരതമ്യം ചെയ്തുകൊണ്ടാണ് അന്വേഷകർ ഇയാളെ കണ്ടെത്തിയത്. വർഷങ്ങളായി അധികൃതരുടെ കണ്ണുവെട്ടിച്ച് ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്ന സ്ഥലം കണ്ടെത്താൻ ഈ പരമ്പരാഗത അന്വേഷണ രീതി സഹായിച്ചു. മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയവരെ കണ്ടെത്താൻ ഇത്തരം അന്വേഷണങ്ങൾ എത്രത്തോളം അനിവാര്യമാണെന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു. ഇയാൾക്കെതിരെ ഇതുവരെ ഔദ്യോഗികമായി കുറ്റം ചുമത്തിയിട്ടില്ലെങ്കിലും സിറിയൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഉത്തരവാദിത്തം വേണമെന്ന ആവശ്യം അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ വീണ്ടും ശക്തമാക്കിയിട്ടുണ്ട്. സിറിയയിലെ യുദ്ധക്കുറ്റങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന നിയമപരമായ ഏജൻസികൾക്ക് ഈ വിവരങ്ങൾ കൈമാറിയതായി ബിബിസി റിപ്പോർട്ട് ചെയ്യുന്നു. പ്രശസ്ത സംഗീത നിർമ്മാതാവ് വില്യം ഓർബിറ്റിന് ആദരാഞ്ജലികളുമായി പോപ്പ് രാജ്ഞി മഡോണ. ഓർബിറ്റ് ഒരു ജീനിയസ് ആണെന്നും അദ്ദേഹത്തിന്റെ സംഗീതം ഈ ലോകത്തിന് അതീതമായ ഒന്നാണെന്നും മഡോണ വിശേഷിപ്പിച്ചു. ബിബിസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഓർബിറ്റിന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള വാർത്തകൾക്ക് പിന്നാലെയാണ് അദ്ദേഹവുമായുള്ള ദീർഘകാലത്തെ പ്രൊഫഷണൽ ബന്ധത്തെക്കുറിച്ച് മഡോണ മനസ്സ് തുറന്നത്. 1998 പുറത്തിറങ്ങിയ മഡോണയുടെ റേ ഓഫ് ലൈറ്റ് എന്ന ആൽബത്തിന്റെ നിർമ്മാണത്തിൽ നിർണായക പങ്കുവഹിച്ചത് ഓർബിറ്റാണ്. ഇലക്ട്രോണിക് സംഗീതത്തെയും പരമ്പരാഗത ഗാനരചനയെയും സമന്വയിപ്പിച്ചുകൊണ്ട് 90കളുടെ അവസാനത്തിൽ പോപ്പ് സംഗീത ലോകത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഈ ആൽബം നിരവധി ഗ്രാമി പുരസ്കാരങ്ങളും നിരൂപക പ്രശംസയും നേടിയിരുന്നു. ഇതിനു പുറമെ മ്യൂസിക് MDNA തുടങ്ങിയ ആൽബങ്ങളിലും ഇരുവരും ഒന്നിച്ച് പ്രവർത്തിച്ചു. 2 പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന ഈ കൂട്ടുകെട്ട് സംഗീത ലോകത്ത് വലിയ സ്വാധീനമാണ് ചെലുത്തിയത്. ആംബിയന്റ് ഇലക്ട്രോണിക് സംഗീതരംഗത്തെ മുൻനിരക്കാരനായ ഓർബിറ്റ് സൗണ്ട് എഞ്ചിനീയറിംഗിലെയും അന്തരീക്ഷ സംഗീതത്തിലെയും തനതായ ശൈലികൊണ്ട് ഇതിനകം തന്നെ ശ്രദ്ധേയനാണ്. മഡോണയുടെ കരിയറിലെ ഓർബിറ്റിന്റെ സംഭാവനകളെയും ആധുനിക ഇലക്ട്രോണിക് സംഗീതത്തിന്റെ പരിണാമത്തിൽ അദ്ദേഹം ചെലുത്തിയ സ്വാധീനത്തെയും ഈ പ്രസ്താവന എടുത്തുപറയുന്നു. ടെഡ്രതിനു വേണ്ടി ബ്യൂറോ റിപ്പോർട്ട്. ഇന്നത്തെ പ്രധാന ആഗോള വാർത്തകളിലേക്ക് സ്വാഗതം. ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഓരോ വാർത്തയിലും കൃത്യതയും സുതാര്യതയും ഉറപ്പുവരുത്താൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ടെഡ്രത് സത്യം ആദ്യം, വാർത്ത പിന്നീട്.